കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ്. സോ നമ്മളൊരു വീട് പണിയുമ്പോൾ എങ്ങനെയാണോ ഒരു ഫൗണ്ടേഷൻ വെക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ആ കുട്ടിയുടെ പിന്നീടുള്ള ലൈഫിനെയും അത് ബാധിക്കും. കുറ്റപ്പെടുത്തി വളർത്തുന്ന ഒരു കൈൻഡ് ഓഫ് പാരൻറ്റിങ് ആണ് ഒരു കുട്ടിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിന്നീട് അവരുടെ ലൈഫിൽ അത് അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കാനും സെൽഫ് എസ്റ്റീം കുറയ്ക്കാനും എല്ലാം ബാധിക്കും. ഫോർ എക്സാമ്പിൾ കുട്ടികൾ വീണു, അപ്പോൾ പാരൻസ് ഉടനായിട്ട് എന്താ ചെയ്യുക, അവിടെ പോയിട്ട് വീണടുത്ത് പോയിട്ട് അടി ഇവിടെ വീണ അവർക്ക് അടി കൊടുക്കാൻ നേരം നമ്മൾ കാണിക്കുമല്ലോ. അപ്പൊ കുട്ടികൾ ഓക്കെ അത് ആ സമയത്ത് ആ കുട്ടീനെ ഡൈവേർട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ആ കുട്ടിയുടെ ദേഷ്യമോ വാശോ വിഷമോ കുറച്ചിരിക്കാം. പക്ഷെ ഭാവിയിൽ ഈ കുട്ടി എന്താ ചെയ്യുക, അവരുടെ ഭാഗത്തുണ്ടാവുന്ന തെറ്റുകൾ മറ്റുള്ളവരെ മുന്നിൽ ബ്ലെയിം ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു സഹായത്തിനൊരു വ്യക്തി വന്നു, അവർക്ക് നമ്മൾ എന്താണോ ഒരു 10 രൂപയോ അല്ല എമൗണ്ട് അല്ല വാല്യൂ ചെയ്യണത്, പക്ഷെ എന്താണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ കുട്ടി അതായിരിക്കും നാളെ അവൻ്റെ അടുത്തേക്ക് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് ഒരാൾ വ്യക്തി വരുവാണെങ്കിൽ അവനങ്ങനെയായിരിക്കും പെരുമാറുക. സൂപ്പർ മാർക്കറ്റിൽ പോയി പൊതുവേ കാണുന്നത് ഒരു ചോക്ലേറ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ ചിപ്സിൻ്റെ ഏരിയ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ വാശി പിടിച്ച് അവിടെ ഇരിക്കും, ചിലപ്പോൾ അവിടെ കിടന്ന് ഉരുളും. സോ ഓട്ടോമാറ്റിക്കലി പാരൻസിന് സംഭവിക്കുന്നത് പബ്ലിക് ഇത് കാണുകയാണ്. ഇതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പാരൻസിന് അറിയില്ല. എപ്പോഴും പാരൻസ് എല്ലാത്തിനും സജഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. എവറി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ് എന്ന് പറയുന്ന പോലെ എവറി ചൈൽഡ് ഈസ് ഡിഫറെന്റ്. ഓരോരുത്തരുടെ കപ്പാസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ഒരു കുട്ടി 10ൽ 5 മാർക്ക് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ മറ്റു കുട്ടിക്ക് ചിലപ്പോൾ 10ൽ 2 മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അവിടെ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അവരുടെ സ്കിൽസ് എന്താണോ ആ സ്കിൽസിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാനായിട്ട്. കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സൺ പറഞ്ഞൊരു വരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഹ്യൂമൻ ബീങ്ങിന് മെറ്റീരിയലിസ്റ്റിക്കലി കിട്ടാവുന്ന ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നഷ്ടമായ അദ്ദേഹം മനസ്സിലാക്കുന്നത് കുട്ടിക്കാലമാണ്. കുട്ടിക്കാലം ഒരു മനുഷ്യന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതിനെപ്പറ്റി സംസാരിക്കാൻ സൈക്കോളജിസ്റ്റുകളായ മരിയ ഡിവിന എന്നിവർ ചേരുന്നു. നമസ്കാരം. ഈ കുട്ടിക്കാലം ഉണ്ടല്ലോ, അതായത് ഒരാളെ രൂപപ്പെടുത്തുന്ന ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എന്തൊക്കെയാണ് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അയാളെ മെച്ചുവേർഡായിട്ട് പൗരനായിട്ട് സമൂഹത്തിൽ വിടുമല്ലോ, ആ സമയത്ത് ആ കുട്ടിക്ക് എന്തൊക്കെയാണ് ശരിക്കും വേണ്ടത് ചൈൽഡ്ഹുഡിൽ? ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ്. സോ നമ്മളൊരു വീട് പണിയുമ്പോൾ എങ്ങനെയാണോ ഒരു ഫൗണ്ടേഷൻ വെക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ആ കുട്ടിയുടെ പിന്നീടുള്ള ലൈഫിനെയും അത് ബാധിക്കുന്നു. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പാരൻറ്റിങ് സ്റ്റൈലിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം അടിച്ച് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി വളർത്തുന്ന ഒരു കൈൻഡ് ഓഫ് പാരൻറ്റിങ് ആണ് ഒരു കുട്ടിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിന്നീട് അവരുടെ ലൈഫിൽ അത് അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കാനും സെൽഫ് എസ്റ്റീം കുറയ്ക്കാനും എല്ലാം അതിനെല്ലാം അത് ബാധിക്കുന്നുണ്ട്. സോ ഒരു ചൈൽഡ്ഹുഡിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഒരു പാരൻറ്റിങ് സ്റ്റൈലും കൂടിയാണ്. ഒരു കുട്ടിക്ക് ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് ഉള്ള അറിവ് വളരെ കുറവായിരിക്കും. ബട്ട് അത് അവർക്ക് കിട്ടുന്നത്, അവർ മോഡലായിട്ട് കണക്കാക്കുന്നത് അവരുടെ പാരൻസിനെയാണ്. സോ പാരൻസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പാരൻസ് ഒരു സമൂഹത്തിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, ഒരു വ്യക്തികളോട് ഇപ്പോൾ ചില പാരൻസ് ചില വ്യക്തികളോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. സോ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയുടെ മൈൻഡിലേക്ക് വരുന്നതൊക്കെ ഈ വ്യക്തിയോട് ഞാൻ ദേഷ്യത്തിലാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് ഞാൻ എംപത്തറ്റിക് ആയിട്ടാണ് പെരുമാറേണ്ടത്. ഇങ്ങനെ അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പാരൻസിനെ റോൾ മോഡലാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പറയും കുട്ടികൾ പാരൻസ് അല്ലെങ്കിൽ വീട്ടിൽ ഒരു CCTV ആണെന്ന് പറയൂലേ. അതായത് പാരൻസ് ചെയ്യണതെല്ലാം അവർ നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത്, നമ്മൾ കുഞ്ഞിലെ കുട്ടികളെ കാണിക്കുക അമ്മ ഡ്രസ്സ് ചെയ്യണ പോലെ എടുക്കണു, ഫോം വിളിക്കണ പോലെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പോൾ അവർ വളരെയധികം നമ്മളറിയാണ്ട് തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പാരൻസ് എങ്ങനെയാണ് അവരെ പാരൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടാണോ ആ രീതിയിലായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അവർ മറ്റുള്ളവരെയും ആ രീതിയിലായിരിക്കും പെരുമാറുക. ഫോർ എക്സാമ്പിൾ കുട്ടികൾ വീണു, അപ്പോൾ പാരൻസ് ഉടനായിട്ട് എന്താ ചെയ്യുക, അവിടെ പോയിട്ട് വീണടുത്ത് പോയിട്ട് അടി ഇവിടെ വീണ അവർക്ക് അടി കൊടുക്കാൻ നേരം നമ്മൾ കാണിക്കുമല്ലോ. അപ്പോൾ കുട്ടികൾ ഓക്കെ അത് ആ സമയത്ത് ആ കുട്ടീനെ ഡൈവേർട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ആ കുട്ടിയുടെ ദേഷ്യമോ വാശോ വിഷമോ കുറച്ചിരിക്കാം. പക്ഷെ ഭാവിയിൽ ഈ കുട്ടി എന്താ ചെയ്യുക, അവരുടെ ഭാഗത്തുണ്ടാവുന്ന തെറ്റുകൾ മറ്റുള്ളവരെ മുന്നിൽ ബ്ലെയിം ചെയ്യാനായിട്ട്
സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ അവർക്ക് എന്താ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നാലും ചെറുപ്പത്തിൽ പാരന്റ്സ് ട്രെയിൻ ചെയ്ത് എന്താ ഇവൻ സ്വയം വീണിട്ടും അത് അല്ലെങ്കിൽ ആ സ്റ്റെപ്പിന് ആ ടേബിളിൽ പോയിട്ട് അടിക്കുകയാണ്. അപ്പൊ ഇവനും വലുതാവുമ്പോ അല്ലെങ്കിൽ കുട്ടികൾ വലുതാവുമ്പോ അവർക്ക് ഉണ്ടാവുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ അത് ആ ടീച്ചർ കാരണം ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ അത് പോയിട്ട് ചെയ്തത്. അവരുടെ തെറ്റുകളെ എക്സ്റ്റേണലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ ബ്ലെയിം ചെയ്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരും. സ്വയം ആ ഒരു മിസ്റ്റേക്സ് അത് ഞാൻ കാരണം കൊണ്ടാണ് ആ റെസ്പോൺസിബിലിറ്റി ടേക്ക് ചെയ്യാതെ മറ്റുള്ളവരുടെ മേൽ ബ്ലെയിം ചെയ്യുക. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെയും ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒരു പാരന്റിങ് ആണെങ്കിൽ ബിൽഡ് ചെയ്ത് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു യൂട്യൂബറുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, അപ്പോൾ അദ്ദേഹം എന്ത് കിട്ടിയാലും ആ കുട്ടിയോട് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയും. ഇപ്പോൾ അദ്ദേഹത്തിന് ഓഫീസിൽ നിന്ന് ഒരു കേക്കിൻ്റെ പീസ് ഓഫീസിലൊരു കൊളീഗിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്ക് സ്ലൈസ് ചെയ്യുന്ന ഈ പീസ് ഓരോരുത്തർക്ക് കൊടുത്ത് ആ കുട്ടിക്ക് ഏറ്റവും അവസാനം കിട്ടുന്നത് വളരെ ചെറിയൊരു പീസാണ്. എന്നിട്ട് അത് കഴിച്ച് സമാധാനത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് വഴി ഒരു ആത്മനിയന്ത്രണം, അതായത് സെൽഫ് കൺട്രോൾ ഭയങ്കരമായിട്ട് ബിൽഡ് ആവും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒരു നല്ല ശീലത്തിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ കുട്ടികളിലേക്ക് ആ വാല്യൂസ് ബിൽഡ് ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രാക്ടീസസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മളത് നമുക്കൊരു ക്ലാസ് എടുക്കണ പോലെ ഓക്കെ നാളെ നമ്മൾ ഇന്ന ട്രെയിനിങ് ആണ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവര് അറിയാണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ അച്ഛൻ കാറ് കഴുകണേ, മോനെ വന്ന അച്ഛനെ ഹെൽപ്പ് ചെയ്ത് വെള്ളം എടുത്തു കൊണ്ടുവന്നേ അല്ലെങ്കിൽ ആ സോപ്പ് എടുത്തുകൊണ്ടുവന്നേ, മോൻ അവിടെ ചെയ്യും. അപ്പൊ ആ കുട്ടി ഓൾറെഡി അറിയാതെ ആണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളിലെ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവണം. അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു സഹായത്തിന് ഒരു വ്യക്തി വന്നു, അവർക്ക് നമ്മൾ എന്താണോ ഒരു 10 രൂപയോ അല്ല എമൗണ്ട് അല്ല വാല്യൂ ചെയ്യണത്, പക്ഷെ എന്താണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ കുട്ടി അതായിരിക്കും നാളെ അവൻ്റെ അടുത്തേക്ക് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് ഒരാൾ വ്യക്തി വരുവാണെങ്കിൽ അവൻ അങ്ങനെയായിരിക്കും പെരുമാറാൻ. അവൻ്റെ പാരൻസ് അങ്ങനെയാണ് ചെയ്ത് കണ്ടിട്ടുള്ളത് അവൻ. അപ്പം ഭാവിയിൽ ചിലപ്പോൾ അവനും പാരൻസിൻ്റെ അടുത്ത് അങ്ങനെയായിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടും അല്ലെങ്കിൽ അവരും വേണ്ടത്ര ട്രീറ്റ്മെൻറ്റോ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ മാക്സിമം എത്രത്തോളം വാല്യൂസ് ബിൽഡ് ചെയ്ത് അവർക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ച് അതുപോലെ എമ്പത്തറ്റിക് ആവാനായിട്ടും അസർട്ടീവ്നെസ് നോ എന്ന് പറയാൻ പഠിപ്പിക്കാനൊക്കെ ആയിട്ടും ഇതൊക്കെയും നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ശീലിപ്പിക്കേണ്ടത് ഏറ്റവും ഉചിതമാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ശീലങ്ങൾ കുട്ടികളെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയറിങ്ങിനെ പറ്റി പറഞ്ഞു. ഷെയറിങ് ഒരു സ്കില്ലാണ് ആ വ്യക്തി അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ പല പല കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പം ഒരു 5 രൂപ കൊടുത്തു, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. പല പാരൻസ് ഒപ്പിയിൽ വരുമ്പോൾ പറയുന്ന ഒരു വിഷയമാണ് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുക എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി പൊതുവേ കാണുന്നത് ഒരു ചോക്ലേറ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ ചിപ്സിൻ്റെ ഏരിയ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ വാശി പിടിച്ച് അവിടെ ഇരിക്കും, ചിലപ്പോൾ അവിടെ കിടന്ന് ഉരുളും. സോ ഓട്ടോമാറ്റിക്കലി പാരൻസിന് സംഭവിക്കുന്നത് പബ്ലിക് ഇത് കാണുകയാണ്, ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പാരൻസിന് അറിയില്ല. സോ അവരെന്ത് ചെയ്യുന്നു, അവർ ആ ഒരു പെട്ടെന്നായിട്ട് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്രാറ്റിഫിക്കേഷൻ അവർക്ക് കൊടുക്കുകയാണ്. അതായത് അത് വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വീറ്റ്സ് അല്ലെങ്കിൽ ചിപ്സ് എന്താണോ അവർ ആവശ്യപ്പെടുന്നത് അത് വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷെ അതല്ലാതെ നമുക്ക് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നമുക്ക് അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് വെക്കാം. നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്, നമുക്ക് ഇന്ന സാധനങ്ങളാണ് വാങ്ങാനുള്ളത്. സോ ആ ലിസ്റ്റ് പ്രകാരം അവരെ കൊണ്ടും ചൂസ് ചെയ്യിപ്പിക്കാം. ആൻഡ് അവർക്കൊരു 5 റുപ്പി അല്ലെങ്കിൽ 10 റുപ്പി അവർക്ക് കൊടുക്കാം. ഈ 10 റുപ്പീസിന് ഇത്രയും കാര്യങ്ങൾക്ക് നീ എന്നെ ഹെൽപ്പ് ചെയ്തു, സോ ഈ 10 റുപ്പീസിന് നിനക്ക് എന്തെങ്കിലും വാങ്ങാം. ഒരു റൂളാണത്. 10 രൂപയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 10 രൂപയ്ക്കേ വാങ്ങാവൂ. കുട്ടി ആഗ്രഹിക്കുന്ന സാധനം 12 രൂപയാണെന്ന് വിചാരിച്ച് 2 രൂപയും കൂടി എക്സ്ട്രാ കൊടുത്ത് ആ സാധനം വാങ്ങുക എന്നുള്ളതല്ല. 10 രൂപയാണ് നിന്റെ കയ്യിലുള്ളൂ, ആ 10 റുപ്പീസിന് നിനക്ക് എന്ത് വാങ്ങാം. സോ ഇത് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ ഒരു മണി മാനേജിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇത്ര രൂപ കൊടുത്തു, 10 റുപ്പീസാണ്, അത്ര രൂപ കൊടുത്തു, എനിക്ക് ഒരു 5 രൂപയുടെ സാധനം ഞാൻ വാങ്ങിച്ചുള്ളൂ, ഐ ഹാവ് 5 റുപ്പീസ് ബാലൻസ്. ഈ 5 റുപ്പീസ് തിരിച്ച് നമ്മൾ പാരൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ
കുട്ടിക്ക് അത് വെച്ച് 5 രൂപ വെച്ച് വീണ്ടും എന്തെങ്കിലും വാങ്ങാം, ഇല്ലെങ്കിൽ അവൻ അത് സേവ് ചെയ്യാം. സോ ആ ഒരു മണി മാനേജ്മെന്റ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചെറിയ ചെറിയ സ്കിൽസ് കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും പാരൻസ് എല്ലാത്തിനും സജഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. സജഷൻസ് അതായത് ഇന്ന രീതിയിലാണ് ഇന്നത് ചെയ്യേണ്ടത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഞാനൊരു ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ സെറ്റ് കൊടുത്തു. സോ ബിൽഡിംഗ് ബ്ലോക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് കുട്ടിക്ക് അറിയില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം, ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്തെങ്കിലും ഒരു സ്ട്രക്ചറായി മാറി എന്ന്. പിന്നെയുള്ളത് കുട്ടിയുടെ സ്കില്ലാണ്. കുട്ടിക്ക് അത് വെക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കുട്ടിക്ക് അത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി കുട്ടിയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾക്ക് പണ്ട് ഇന്ന രീതിയിൽ വെച്ചാൽ ആനയാവും, ഇന്ന രീതിയിൽ വെച്ചാൽ തോക്കാവും എന്ന് പറഞ്ഞു തന്നിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാണ്. ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ട്രൈ ചെയ്യുന്നു, എറർ സംഭവിക്കുന്നു, ചിലപ്പോൾ കുട്ടികൾ അതെടുത്ത് വീക്കും, വീണ്ടും നമ്മൾ അവരെ സമാധാനിപ്പിച്ച് വീണ്ടും അത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം അവർക്ക് വേണ്ടുന്ന ഒരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കണം. എപ്പോഴും പാരൻസ് മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികളെ കെയർ ചെയ്ത് ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതിയിൽ പോകണം എന്ന് കെയർ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതായത് ഓവർ പ്രൊട്ടക്റ്റീവ് ആവരുത്. അതായത് വേണ്ട നിർദ്ദേശങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കൊടുക്കണം. പക്ഷെ എല്ലാത്തിലും അയ്യോ ഞാനും കൂടി ഇല്ലെങ്കിൽ അത് അവന് ചെയ്യാൻ പറ്റില്ല, അല്ല എൻ്റെ സഹായം ഇല്ലെങ്കിൽ അവന് അങ്ങനെ എല്ലാത്തിലും കയറി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഓവർ പ്രൊട്ടക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാലും കുട്ടിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ അവിടെ ആരുടെയെങ്കിലും സഹായം വേണം. ഇപ്പോൾ സ്കൂളിൽ എത്തി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് വേണം, കോളേജിൽ എത്തി കഴിഞ്ഞാൽ അതുപോലത്തെ ബഡീസ് വേണം, അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിലും പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ സ്വന്തമായുള്ളൊരു ഇൻഡിപെൻഡൻസി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അവർക്ക് പറയാം ഓക്കെ ഇത് ഇന്ന കാരണം കൊണ്ട് പറ്റില്ല, അല്ലെ അതായത് അവരുടെ അഭിപ്രായത്തിന് നമ്മൾ വാല്യൂ ചെയ്യണം. പക്ഷെ ഇന്ന കാരണം കൊണ്ട് നമുക്കിത് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് മേടിക്കാം, അല്ലെങ്കിൽ അച്ഛന് കാശ് കിട്ടിയിട്ട് നമുക്ക് മേടിക്കാം എന്നുള്ള രീതിയിൽ അവരുടെ അഭിപ്രായത്തിന് മാനിച്ചുകൊണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കാം. കുട്ടികൾക്ക് ക്ഷമ ഉണ്ടാവും. ഡിലേ ചെയ്യിപ്പിക്കുക. അവരെന്ത് ആവശ്യങ്ങളും ഉടനടി സാധിച്ചു കൊടുക്കാതെ എപ്പോഴും അല്ലെങ്കിൽ നാളെ മേടിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ ജോലി കഴിഞ്ഞിട്ട് അമ്മ അത് എടുത്ത് തരാം, അങ്ങനെ പറയുമ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പഠിക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ 2K കിഡ്സ് എപ്പോഴും ഇൻസ്റ്റന്റ് ഇപ്പൊ തന്നെ വേണം, എനിക്കിപ്പോൾ തന്നെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഇന്ന സാധനം ഇപ്പോൾ തന്നെ കിട്ടണം, അങ്ങനെ ഒരിക്കലും ആ സമയത്ത് മേടിച്ചു കൊടുക്കാതെ എപ്പോഴും ഡിലേ ചെയ്യിപ്പിക്കണത് നല്ലതായിരിക്കും. അപ്പോൾ അവർക്ക് ലൈഫിൽ എന്തെങ്കിലും ക്രൈസിസ് ഒക്കെ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനും ഫേസ് ചെയ്യാനും ഒക്കെയും അവർ തന്നെ തീരുമാനങ്ങളെടുത്ത് ഡിസിഷൻ എടുത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള സ്കിൽസും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ അവരെ തന്നെ ഓരോ കാര്യങ്ങൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഈ ജപ്പാനിൽ നിന്നൊക്കെ വീഡിയോസ് വരാറുണ്ട്. അപ്പം അതിൽ കുട്ടികൾ ഈ 3 വയസ്സുള്ള കുട്ടിയൊക്കെ സ്വയം കുളിച്ച് ഡ്രസ്സ് മാറി ഭക്ഷണം കഴിച്ച് ടോയ്ലറ്റ് പോയിട്ട് അത് ഫ്ലഷ് ചെയ്ത് തിരിച്ചു വന്ന് നടന്ന് സ്കൂളിൽ പോകുന്നു. അവരുടെ കയ്യിലേക്ക് ഒരു ചിപ്പ് പോലെ എന്തോ ഒരു സാധനം കൊടുക്കും. ചില റെസ്റ്റോറൻറ്റ്സിൽ കൊടുക്കുമ്പോൾ ബസ് ചെയ്യുന്നൊരു ഇത് കൊടുക്കില്ല, അതുപോലെ കൊടുക്കും. ആൻഡ് അവർ അത് അവിടെ എത്തുമ്പോൾ അത് ഓഫ് ചെയ്യും, തിരിച്ചു പോകുമ്പോൾ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് എവിടെയെങ്കിലും വഴി മിസ്സാവുക എന്തെങ്കിലും ചെയ്താൽ ഈ ഇത് പ്രസ് ചെയ്താൽ ബാഗിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. തിരിച്ചു വീട്ടിലേക്ക് വരും, ബാഗ് വയ്ക്കും, ഡ്രസ്സ് മാറും. അതായത് ഒരു 3-3.5 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ കുട്ടികളെ ഈ അമ്പിളി മാമനൊക്കെ കാണിച്ച് ചോറ് കൊടുക്കേണ്ടി വരും, ചോറ് വാരി കൊടുക്കണം, കുളിപ്പിച്ചു കൊടുക്കണം, ഇതൊക്കെ ചെയ്യും. അതെന്താ അത് രണ്ട് രീതിയിലാവുന്നത്? അതിന്റെ പിന്നെ ശാസ്ത്രം എന്താ? അതായത് എവറി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ് എന്ന് പറയുന്ന പോലെ എവറി ചൈൽഡ് ഈസ് ഡിഫറെന്റ്. ഓരോരുത്തരുടെ കപ്പാസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഇപ്പോൾ ഒരു കുട്ടി 10ൽ 5 മാർക്ക് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ മറ്റു കുട്ടിക്ക് ചിലപ്പോൾ 10ൽ 2 മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അവിടെ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അവരുടെ സ്കിൽസ് എന്താണോ ആ സ്കിൽസിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഷെയറിങ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന കാര്യം ആയിക്കൊള്ളട്ടെ, കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ജപ്പാനിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഫെസിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്, നമുക്ക് കേരളത്തിലുള്ള ഫെസിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. പൊതുവേ നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ കുട്ടി നേരത്തിന് എത്തുന്നുണ്ടോ, കുട്ടിക്ക് സമയത്തിന് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ പല പാരൻസും ചെയ്യുന്നത് ഒരു ചെറിയ ഫോൺ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ആ ഫോൺ എങ്ങനെ കുട്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. സോ ഇപ്പം
മെയിനായിട്ട് വരുന്നത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. ആ. നമ്മൾ ഈ ചെറിയ സ്കിൽസ് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒറ്റ സ്ട്രെച്ചിന് തന്നെ കുട്ടി പഠിച്ചെടുക്കുന്ന കാര്യമല്ല. ബ്രഷിങ്ങോ അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതോ ബട്ടൺസ് അഴിക്കുന്നതോ എല്ലാം നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കുട്ടി പഠിച്ചെടുക്കുന്നതല്ല. റെഗുലറായിട്ട് അതിന് ട്രെയിൻ ചെയ്ത് പാരൻസ് അതിന് ട്രെയിൻ ചെയ്ത് അത് പയ്യെ അവരുടെ റുട്ടീനായി മാറുന്നതാണ്. അപ്പം നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന കുറച്ച് വീഡിയോസ് മാത്രമാണ്, ഒരു സ്പീഡ് ചെയ്തിട്ട് കാണുന്ന കുറച്ച് വീഡിയോസ് മാത്രമാണ് നമ്മൾ കാണുന്നത്. യെസ്, റീൽസ് ആണ് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ പിന്നിൽ വരുന്ന എഫേർട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പം പൊതുവെ എന്താ പറയുക, ഒരു വർക്കിംഗ് വിമൻ അല്ലെങ്കിൽ വർക്കിംഗ് പാരൻസ് ഉള്ള ഒരു വീട്ടിൽ ഒരു കുട്ടീനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാം കുട്ടിക്ക് വേണ്ടി ഒരുക്കി വെച്ചതിന് ശേഷം ആയിരിക്കും നമ്മൾ ജോലിക്ക് പോകുന്നത്. കുട്ടിക്ക് വേണ്ടുന്ന ഫുഡ്, കുട്ടിക്ക് വേണ്ടുന്ന അത് ഇതെല്ലാനും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ജോലിക്ക് ഇപ്പം എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ്. സോ എൻ്റെ കുട്ടീനെ കെയർ ടേക്ക് ചെയ്യുന്നത് എൻ്റെ പാരൻസ് ആണ്. സോ അവിടെ പുറം രാജ്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും അവർ ഒരു ഡേ കെയർ ഫെസിലിറ്റിയിലേക്കോ കാര്യങ്ങളിലേക്കാണ് എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷെ അവിടെ കണ്ടുവന്നിട്ടുള്ളതും ഇപ്പോൾ ചില വീടുകളിൽ കാണുന്നതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെയും കൂടി ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അതിപ്പോൾ ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യാനാണോ, വെജിറ്റബിൾ പീൽ ചെയ്യാനാണോ, കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കാനാണോ, എല്ലാത്തിനും കുട്ടീനെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ നമ്മളുടെ നാട്ടിൽ അത് കുറവാണ്. കുട്ടിയുടെ കൈ മുറിയുമെന്ന് പറഞ്ഞ് കത്തി കൊടുക്കാത്ത പാരൻസ് ആണ് നമ്മുടെ നാട്ടിൽ പലരും. ഇപ്പം നമ്മൾക്ക് ഒരു അസസ്മെൻ്റ് ഒക്കെ ഉണ്ട്. സോ അവരുടെ ഒരു സോഷ്യോ അഡാപ്റ്റീവ് ഫങ്ഷനിങ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടുള്ള അസസ്മെൻ്റ് ഉണ്ട്. സോ പല പാരൻസിനോടും ഇതിലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ കത്തി വെച്ച് അതിൽ സോഷ്യൽ അഡാപ്റ്റീവ് ഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ വരും, അവരുടെ ADLs ഡെയിലി ലിവിങ്ങിന് വേണ്ടുന്ന ആക്ടിവിറ്റീസ് അവരെന്തൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. സോ അതിൽ ഡെയിലി ലിവിങ്ങിൽ ഒരു ഏജിനനുസരിച്ച് ഈ കുട്ടിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ബ്രഷ് ചെയ്യുന്നത്, മുഖം കഴുകി കഴിഞ്ഞാൽ കൈ തുടയ്ക്കുന്നുണ്ടോ, കുളിക്കാൻ തന്നെത്താൻ അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ വിത്ത് അസിസ്റ്റൻസ് ആണോ ചെയ്യുന്നത്. സോ പല പാരൻസും പറയുന്നത് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ അറിയുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ വെച്ച് ഭക്ഷണം കഴിക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വാരി കൊടുക്കുകയാണ് ചെയ്യുക. സോ ആ ഒരു സ്കില്ല് കുട്ടിക്ക് ഇല്ലാതെയല്ല. ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കുക എന്ന് പറയുന്ന സ്കില്ല് കുട്ടിക്കുണ്ട്. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടി അത് ചെയ്യുന്നില്ല. സോ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിച്ച് വരുമ്പോൾ പാരൻസ് ഓൾറെഡി മുൻപേ കുട്ടിക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പോൾ സ്കൂളിൽ എന്ത് ഫീഡ് ചെയ്യാൻ ആളില്ലേ? ഇല്ല. സോ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് വിശക്കുമ്പോൾ കുട്ടി തന്നെ കഴിക്കും. അതിൽ മെയിൻ കാരണം വരുന്നത് പാരൻസ് അവരുടെ സൗകര്യമാണ് നോക്കുന്നത്. കുട്ടി തനിയെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ വൃത്തികേടാക്കും. അപ്പോൾ അത് അച്ഛനമ്മയും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ അത് പിന്നാലെ നിൽക്കണം. എനിക്ക് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവും, പാരൻസ് ബേൺ ഔട്ട് ആവും അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാരൻസ് സൗകര്യത്തിന് കുട്ടിയുടെ പണി വേഗം കഴിയാലോ എന്നുള്ള രീതിയിൽ അവർക്ക് ആ ഒരു വീട്ടിൽ ആ ഒരു ആക്ടിവിറ്റി സ്വന്തം ചെയ്യാൻ അനുവദിക്കാതെ പാരൻസും കൂടി ചെയ്ത് വേഗം തീർക്കണം. ഇപ്പോൾ ഒരു യാത്ര പോകണം, അപ്പോൾ കുട്ടീനെ കൊണ്ട് തന്നെ അവന് ഭക്ഷണം കഴിക്കാൻ അറിയാം. അപ്പോൾ കുട്ടി സ്ലോ ആണെങ്കിൽ എന്ത് ചെയ്യണം, പാരൻസ് കുറച്ച് നേരത്തെ മുന്നേ റെഡി ആക്കിയിട്ട് അവന് കൊടുക്കണം. പക്ഷെ അതിന് പകരം പാരൻസ് എന്ത് ചെയ്യണത്, വേഗം വാരി കൊടുക്കുക അല്ലെങ്കിൽ കുളിപ്പിക്കുക. അവന് കുളിക്കാൻ അറിയാം, പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ എന്താ പാരൻസ് പറയണത്, അവൻ വെള്ളത്തിൽ കളിക്കും, കുറേ നേരം വെള്ളത്തിൽ, പിന്നെ പനി വരും, അല്ലെങ്കിൽ അങ്ങനത്തെ റീസൺസാ പറയാം. പക്ഷെ അവന് അപ്പോൾ അല്ലെങ്കിൽ ട്യൂഷന് പോകണം, വേഗം സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ. പക്ഷെ പാരൻസ് ഇതിൽ ഇൻവോൾവ് ആയിട്ട് വേഗം കുളിപ്പിച്ച് വേഗം മാർപ്പിച്ച് വിടും. അപ്പോൾ ഇങ്ങനത്തെ കാര്യം കൊണ്ട് നമുക്ക് അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യും, പക്ഷെ പൂർണ്ണമായിട്ടാണെന്ന് ചോദിച്ചാൽ അല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പാരൻസ് ആണ് അത് അസിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സ്കിൽസ് ഡെവലപ്പ് ഏത് സ്കില്ലാണെന്നുണ്ടെങ്കിലും ഇപ്പം ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, റുബിക്സ് ക്യൂബ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന കുട്ടികൾ. അത് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കുന്നതല്ല, വിത്ത് പ്രാക്ടീസ് ആണ് അവരത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ സ്കിൽസും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വിചാരിക്കുകയാണ് ഇന്നൊരു സ്കില്ല് എൻ്റെ കുട്ടീനെ എനിക്ക് പഠിപ്പിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് സ്വന്തമായിട്ട് കുളിക്കാൻ അറിയുന്ന ഒരു സ്കില്ല് കുട്ടീനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ബട്ടണിങ്, ഷർട്ട് തന്നെത്താൻ ഇടണം, ഷർട്ട് ബട്ടൺസ് ഇടണം, ആ ഒരു സ്കില്ല് എൻ്റെ കുട്ടി തന്നെത്താൻ ചെയ്യണം എന്നാണ് നമ്മളുടെ ഒരു ഗോള്. സോ ഈ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള യാത്ര കുറച്ച് കഠിനമാണ്. ബിക്കോസ് ആ കുട്ടി ബട്ടൺ എന്താണെന്ന് മനസ്സിലാക്കണം, ആ ബട്ടണിൽ വരുന്ന ഷർട്ടിൽ വരുന്ന ഹോള് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് കറക്റ്റായിട്ട് ഇടണം. സോ അതൊരു ഈസി പ്രോസസ് അല്ല. സോ അതിന് വേണ്ട ഒരു ടൈമാണ് ഇപ്പോഴത്തെ പാരൻസിന് ഇല്ലാത്തത്.
ഓക്കെ ഓക്കെ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളൊരു ഒരു വട്ടോ 2 വട്ടോ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടി അത് ഗ്രാസ്പ് ചെയ്യണമെന്നില്ല. ഓ കുട്ടിക്ക് ഓ. ടൈം എടുക്കും. കുട്ടി അത് നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയും. നമ്മൾ ഒരു പേന, എന്ത് സ്കിൽസ് ഉണ്ട്? ഫൈൻ മോട്ടോർ സ്കിൽസ്. ഓ ഓ ഓ. നമ്മളൊരു പേന പിടിച്ച് കുട്ടി എഴുതുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആ ഒരു ഫൈൻ മോട്ടോർ സ്കില്ലുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മൾ വേറെ വേറെ ഘട്ടങ്ങൾ നമ്മൾ നോക്കും, ഘടകങ്ങൾ നമ്മൾ നോക്കും. പക്ഷെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പേന യൂസ് ചെയ്ത് ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അത് പ്രോപ്പർ അക്ഷരങ്ങളാവണം നിർബന്ധമില്ല. അക്ഷരങ്ങൾ എനിത്തിങ്, സ്ക്രിബ്ലിംഗ് ആയാലും ആ കുട്ടിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, ആ പെൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് നമ്മുടെ ആവശ്യം. സോ അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് മേ ബി ഉണ്ടാകാം. സോ ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ടെങ്കിൽ പേന പിടിക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ച് ബട്ടൺ ആ കുട്ടിക്ക് ഇടാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? പേന പിടിക്കുന്നത് ഇത്രയും ഒരു ഗ്രിപ്പിലാണെന്നുണ്ടെങ്കിൽ ബട്ടന് വേറെ കുറച്ചും കൂടി പണിയുണ്ട്. 2 കൈ ഉപയോഗിക്കണം. അത് കറക്റ്റ് സ്ലോട്ടിലേക്ക് വരണം. അതെ, ഹോള് ചെറുതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റിങ്ങിലേക്ക് വരത്തില്ല. സോ ഓരോന്നിനും വേണ്ടുന്ന സ്കിൽസ് ഉണ്ട്. ആ സ്കില്ല് കുട്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരമായ ട്രെയിനിങ് വേണം. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ട്രെയിനിങ് എന്ന് പറയും, വീട്ടിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിരന്തരമായ കുട്ടി അത് ചെയ്യണം. ഒരു വട്ടം കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കി, പിന്നെ കുട്ടിക്ക് പറ്റുന്നില്ല, അപ്പൊ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, നമ്മൾ വേഗം തിരക്കൂട്ടി ആ കുട്ടിക്ക് ഇട്ട് കൊടുത്തു. സോ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ കുട്ടി ആ സ്കില്ല് പഠിക്കുന്നില്ല. സോ ഒരു സ്കില്ല് നമുക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ അതിന് വേണ്ടുന്ന ടൈം നമുക്ക് ആവശ്യമാണ്. ആ ടൈം പാരൻസിനുണ്ടാവണം, അല്ലെങ്കിൽ പാരന്റ് ഓർ കെയർ ഗിവർ ആരാണെങ്കിലും ആ ടൈം അവർക്ക് ഉണ്ടാവണം. ഒരു വട്ടം ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രയൽ ആൻഡ് എററാണ്. ഒരു വട്ടം ചെയ്തു, ട്രൈ ചെയ്തു, പറ്റിയില്ല, എറർ സംഭവിച്ചു, അവിടെ ഇട്ടിട്ട് പോകില്ല. കുട്ടിക്ക് വലിയ ആവശ്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് കുട്ടി ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള കുട്ടിക്ക് ഏറ്റവും ആവശ്യം വേണമെന്ന് തോന്നുന്ന സ്കിൽസ് ഉണ്ടാവില്ല. ഇപ്പൊ എഴുതുക, വായിക്കുക. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഡെഫിനറ്റ്ലി ഒരു പദസമ്പത്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ എഴുതുമ്പോൾ സഹായകവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സഹായകവും. പക്ഷെ കുട്ടിയോട് പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ കുട്ടി വായിക്കില്ലല്ലോ ചിലപ്പോൾ. നാച്ചുറലി അങ്ങനെ വായിക്കുന്ന കുട്ടികളുണ്ടാവും. അതല്ലാതെ ഇപ്പോൾ പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ വായിക്കില്ല, അല്ലെങ്കിൽ പത്രം വായിക്കാൻ പറഞ്ഞാൽ അവർ വായിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എഴുതാൻ പറഞ്ഞാൽ എഴുതുന്നുണ്ടാവില്ല. അപ്പൊ അതിന് ഒരു വാശിയും ഉണ്ടാവും. അതിനെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും? എങ്ങനെ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുക? ആ സ്കില്ല് അവരെ ഒന്ന് പരിചയപ്പെടുത്തുക ചെയ്യുക? അതായത് ഒന്നാമത്തെ ഒരു കമ്പാരിസൺ പാടില്ല. വേറൊരാൾ ചെയ്യേണ്ടത് വേറൊരാള് ചെയ്യരുത്. നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ പലപ്പോഴും പറ്റിയിട്ടുള്ള കാര്യം അതാണ്. നമ്മളുടെ ഒരു കാറ്റഗറി ഒരു 90s കിഡ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഉള്ള അനുഭവം കമ്പാരിസൺ ആണ്. ഇന്ന വ്യക്തി ചെയ്യുന്നുണ്ട്, നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സോ അവിടെയും ഈ പറഞ്ഞ പോലെ എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻ്റ് എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ്. എൻ്റെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എഴുതാനായിട്ട് വിളിക്കുമ്പോൾ എൻ്റെ കുട്ടി വരുന്നില്ല, എഴുതുമ്പോൾ തെറ്റ് വരുന്നുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. സോ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണോ? അക്ഷരങ്ങൾ അറിയാത്തൊരു കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി എഴുതാനോ വായിക്കാനോ ഇഷ്ടമുണ്ടാവില്ല. അറ്റൻഷൻ കുറവുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ഇരുന്ന് വായിക്കാനായിട്ട് പറ്റില്ല. സോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് മെത്തേഡ് കാണാം, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്താണോ ആ ഏരിയയുമായി ബന്ധപ്പെട്ട് ചെയ്യിപ്പിക്കാം. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ അറിയില്ല. സോ ആദ്യമേ അക്ഷരങ്ങൾ അറിയണം. സോ അക്ഷരങ്ങൾ നമുക്ക് എങ്ങനെ പഠിപ്പിക്കാം? ABCD എഴുതി ഒരു 100 വട്ടം എഴുതിയാലും ആ കുട്ടി ചിലപ്പോൾ പഠിക്കില്ല. സോ അതിന് വേറെ മാർഗങ്ങൾ സ്വീകരിക്കാം. ചിലപ്പം ഒരു ബോർഡിൽ ലെറ്റേഴ്സ് എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ട് ഒരു സ്റ്റിക്കി സാധനം പോലെ അതിലും ലെറ്റേഴ്സ് എഴുതാം. എന്നിട്ട് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. A to Z കറക്റ്റ് ഓർഡറിൽ കുട്ടി പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് നമ്മുടെ പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ്. ABCD ഇപ്പം നമ്മൾ കൺസൾട്ടേഷന് പിള്ളേരെയും കൊണ്ട് വന്നാലും പാരൻസ് പറയുക ABCD കറക്റ്റ് ഓർഡറിൽ കുട്ടിക്ക് അറിയില്ല. ബട്ട് കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? C എന്നുള്ള അക്ഷരം കണ്ടു കഴിഞ്ഞാൽ ഇത് C ആണെന്ന് കുട്ടിക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ കൂട്ടി വായിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ അടുത്ത ലെവലാണ്. ഒരു ബേസിക് എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? സോ സാധാരണഗതിക്ക് എഴുതി പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് അത് ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള കുട്ടീനെ കൊണ്ട് ഇരുത്തി എഴുതിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം? ഒരു ഗെയിമിലൂടെ വേണമെങ്കിൽ അത് ചെയ്യാം. ചുമ്മാ ഒരു ABCD Z വരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു A to D വരെ നമ്മളൊരു കോളം പോലെ വരയ്ക്കുകയാണ്. ആൻഡ് ആ ഒരു രീതിയിൽ കുട്ടീനെ പഠിപ്പിക്കാം. ജസ്റ്റ് ജംപ് ഫ്രം A to B, B to C.
ദെൻ സി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏതിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്, ഡിയിലേക്കാണ്, സോ ഡിയിലേക്ക് ജമ്പ് ചെയ്യുക. അങ്ങനെ 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 ഫുൾ കുട്ടികളാണ്. നമുക്ക് കൗൺസിലിംഗ് അഡൽട്ടിന് കൊടുക്കുന്ന പോലെ നമുക്കൊരു കമ്മ്യൂണിക്കേഷനേക്കാൾ ഉപരിയായിട്ട് അവിടെ വരുന്നത് ഒരു ഗെയിം ലെവൽ ഓഫ് ടീച്ചിങ് ആണ് വരിക. അപ്പോൾ ആ രീതിയിൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ മെത്തേഡുകളുണ്ടോ, വേറെ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ വായിക്കാനായിട്ട് മടിയുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് അവൻ അക്ഷരം അറിയാത്തതുകൊണ്ടാണോ, അതിനത് മടിയാണോ, അല്ലെങ്കിൽ അറ്റൻഷൻ കുറവാണോ, അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണോ എന്നുള്ള നമ്മൾ റൂട്ട് കോസ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ട എന്താണോ ട്രെയിനിങ് രീതി ആ രീതിയിൽ ഫോളോ ചെയ്യണം. ഇപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മടിയുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് പാരൻസിന് നമുക്ക് ഒരുമിച്ച് വായിക്കാം. അമ്മയും മോൻ്റെ കൂടെ ഒരുമിച്ച് വായിക്കാം. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് അത് ഉറക്കനെ വായിക്കാം. അപ്പൊ ആ കുട്ടിക്ക് കുറച്ച് അമ്മയുണ്ട് കൂടെ, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാം. ഇത് തന്നെ കുട്ടീനെ മാത്രം കൊണ്ടിരുത്തി പഠിപ്പിക്കുമ്പോൾ അവന് ഓൾറെഡി ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള ഇത് ഇഷ്ടമല്ലാണ്ടായി പോകും. അപ്പം നമ്മളെപ്പോഴും നല്ല ഒരു കളർഫുൾ രീതിയിലും അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുമാണ് എപ്പോഴും ഇന്നത്തെ കാലത്ത്. പണ്ട് നമ്മൾ പഠിച്ച രീതി കാണാപ്പാടം പഠിക്കുക, കുറേ നേരം ഇമ്പോസിഷൻ എഴുതാം. ഇന്ന് അങ്ങനെ കുട്ടികൾക്ക് ഇരുന്ന് എഴുതാനുള്ള ക്ഷമയോ കാര്യങ്ങളില്ല. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവരെ കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഇനി ഓരോ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ചിലവർ കേട്ട് പഠിക്കണവരായിരിക്കും, ചിലവർ കണ്ടു പഠിക്കണവരായിരിക്കും, ചിലവർ ഉറക്കനെ വായിച്ച് പഠിക്കുന്നവരായിരിക്കും, ചിലവർ എഴുതി പഠിക്കണവരായിരിക്കും. പല സെൻസസ് ഉപയോഗിച്ച്, അതായത് കണ്ടു പഠിക്കുമ്പോൾ വിഷ്വലി പഠിക്കും, കേട്ട് പഠിക്കുമ്പോൾ ഓഡിറ്ററി ആയിട്ട് പഠിക്കും, ഇനി എഴുതി പഠിക്കുകയാണെങ്കിൽ കൈനസ്തെറ്റിക് ആയിട്ട്. ഓരോ കൈനസ്തെറ്റിക് എഴുതി, അതായത് മൂവ്മെന്റ് രീതിയിൽ പഠിക്കണം. ഓരോ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മള് എല്ലാവർക്കും ഒരേപോലെ ഇമ്പോസിഷൻ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് വർക്കാവില്ല. അപ്പൊ ചിലർ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ടേപ്പ് വെച്ച് കേട്ട് പഠിച്ച് പോണവരുണ്ടാവും. ചിലവർ കമ്പൈൻ സ്റ്റഡിയിൽ ചുമ്മാ പോയിട്ട് 5 മിനിറ്റ് കേട്ട് കഴിഞ്ഞാൽ അത് പോയിട്ട് എക്സാമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കേട്ട് പഠിച്ചിട്ട് എഴുതണവരുണ്ട്. ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഓരോ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ ആദ്യം പാരന്റ്സ് മനസ്സിലാക്കണം. ഇപ്പൊ പാരന്റ്സ് പറയാറുണ്ട്, അവൻ നോട്ട്ബുക്ക് ഒന്നും എഴുതിയില്ല, പക്ഷെ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ അവനറിയാം, നല്ല മാർക്കും ഉണ്ട്, പക്ഷെ നോട്ടൊന്നും കംപ്ലീറ്റ് അല്ല. അപ്പൊ അവൻ കേട്ട് പഠിക്കുന്നുണ്ടാവും. ടീച്ചർ ക്ലാസ്സിൽ പറയുന്നത് എങ്ങനെയെങ്കിലും പാസീവായിട്ട് ലിസൺ ചെയ്ത് അത് കേട്ട് പഠിച്ച് അവൻ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കി ആ രീതിയിൽ വേണം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലേണിംഗ് സ്റ്റൈൽ പാരന്റ്സ് ചെയ്യാനായിട്ട്. ഇപ്പം ഈ സമയലാഭത്തിന് വേണ്ടിയിട്ടേ, സമയലാഭം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പാരൻസിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അപ്പോൾ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫോൺ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ അതുവഴി കുട്ടികൾ പാട്ട് പഠിക്കുന്നു, അതുവഴി പറഞ്ഞ പോലെ ABCDEFG പഠിക്കുന്നു. അതൊക്കെയാണ് അവർ പലപ്പോഴും അതിൻ്റെ ഒരു മെറിറ്റായിട്ടൊക്കെ പറയുന്നത്. പക്ഷേ ഇതേ ഫോൺ കിട്ടാതാകുമ്പോൾ കുട്ടി വളരെയധികം വൈലൻ്റ് ആവുന്നൊരവസ്ഥയും ഉണ്ട്. ഫോണില്ലാത്ത കുട്ടിയും എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും? അതായത് പാരന്റ്സ് തന്നെയാണ് ഈ ഒരു രീതി പഠിപ്പിച്ചെടുക്കുന്നത് കുട്ടികളുടെ. ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷന് വരുമ്പോൾ ഇപ്പൊ മൂത്ത കുട്ടീനെ ആയിരിക്കും അവർ കൺസൾട്ട് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ ഇളയ കുട്ടീനെ അവരെന്ത് ചെയ്യുക, ഫോൺ കൊടുത്തിട്ട് അവരെ എൻഗേജ് ചെയ്യിച്ചിട്ട് ഇവര് സംസാരിക്കും. അതായത് അടങ്ങിയിരിക്കാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അവർക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കണം. അപ്പൊ താഴെയുള്ള കുട്ടിയുടെ അടുത്ത് ഫോൺ കൊടുത്ത് അവര് നമ്മുടെ അടുത്ത് സംസാരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് വന്നേക്കണ പ്രശ്നം ഇതാണ്, ഫോണിന്റെ ഉപയോഗം കൂടി എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇളയ കുട്ടിയുടെ കയ്യിൽ ഇവർ കൊടുത്തേക്കണത് ഫോണാണ്. അപ്പൊ ഇത് ആരെ പഠിപ്പിക്കുന്ന ഈ ഒരു ബിഹേവിയർ പാരൻസ് തന്നെയാണ് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് പഠിപ്പിക്കുക. അല്ലെങ്കിൽ വർക്കിംഗ് പാരൻസ് കുട്ടികൾ ഗ്രാൻഡ് പാരൻസിന് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ചിലപ്പോൾ TV വെച്ചിട്ടും ഫോൺ വെച്ചിട്ടായിരിക്കും ഭക്ഷണം കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഇത് നമ്മൾ തന്നെയാണ് ഓൾറെഡി പഠിപ്പിച്ചുണ്ടാക്കുന്ന ശീലം. പിന്നെ ഇതിന് വേണ്ടി മാറ്റാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് പിന്നെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ തെറാപ്പിക്ക് ട്രെയിനിങ്ങിന് വരും. പകരം എന്ത് ചെയ്യണം, നമുക്ക് ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാണിച്ച്, പണ്ടത്തെ ആൾക്കാർ നമ്മുടെ അമ്മമാർക്ക് നമുക്ക് ചെയ്തെന്ന പോലെ പുറത്ത് കൊണ്ടുപോയി ചെയ്യുക, എന്തെങ്കിലും പുസ്തകം കാണിച്ചിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് തന്നെ പാരൻസിന് ഒരു പ്രായം വരെ നമുക്ക് ശീലിപ്പിച്ചെടുക്കാം. പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. പിന്നെ പക്ഷെ കുറച്ച് നേരമൊക്കെ നമുക്ക് സ്ക്രീൻ ടൈം അവൈലബിൾ ആക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെയും ഈ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യണത്
നല്ലതായിരിക്കും. ഉം, അപ്പൊ ഉം, പാരന്റ്സ് തന്നെ അതിന് വേണ്ട മുന്നേ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കേണ്ടതാണ്. ഓ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ, ഇപ്പോൾ വെദർ ഇറ്റ് ഈസ് ഫോൺ ഓർ ടി വി, ഇപ്പോൾ പലപ്പോഴും പറയുന്ന പാരൻസ് പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ഫോൺ കാണിക്കാറില്ല, ഞങ്ങൾ ടി വി കാണിക്കും. ബോത്ത് ആർ സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. സോ ഫോൺ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ ടി വിയിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡുള്ളതാണ്. സൗണ്ട്സ് ആണെങ്കിലും ഭയങ്കര Stimulating. ഒച്ചയുള്ള സൗണ്ട്സ്, അല്ലെങ്കിൽ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. സോ മേ ബി അതൊരു 50 മിനിറ്റ്സ് 30 മിനിറ്റ്സ് കൂടുതലും കുട്ടികളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റീൽസും ഷോർട്സ് ഒക്കെയാണ്. പെട്ടെന്ന് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല, അവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പീഡ് ചെയ്ത് വിട്ടിട്ട്, നമ്മളാണെങ്കിലും ചില വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ഓക്കെ ഈ ഏരിയ എനിക്ക് ആവശ്യമില്ല, സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകും. സോ അതേപോലെ തന്നെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്തു, നമ്മൾ പരീക്ഷ എഴുതി, നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തു, അത് നല്ല ബ്യൂട്ടിഫുള്ളായി, നമ്മളത് നമ്മുടെ പാരൻസിനും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, അപ്പോൾ അവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. സോ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഈ ഹാപ്പിനെസ് നമ്മളുടെ ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ റിലീസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. സോ അതൊരു ഹാപ്പി ഹോർമോണാണ്. നമുക്ക് എപ്പോഴൊക്കെ ഹാപ്പിനെസ് തോന്നുന്നു അപ്പോഴൊക്കെ ഈ ഡോപ്പമിൻ ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്. സോ ഫോൺ യൂസേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസേജ് വരുമ്പോൾ കുട്ടികൾക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. വേറെ ഒരു തരത്തിൽ പണിയെടുക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് പറയുന്ന പോലെ പണിയെടുക്കാതെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് ഈ പറയുന്ന ഫോണിലൂടെ നമുക്ക് കിട്ടുന്നത്. ബാക്കി നമുക്ക് ഇപ്പോൾ പരീക്ഷയിൽ നമ്മൾ കുറേയധികം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങനത്തെ ഒരു ഹാപ്പിനെസ് കിട്ടുമ്പോൾ അവർ മിക്കവാറും അതിലോട്ട് തന്നെ അവരുടെ ഫോക്കസ് പോകും. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന സാധനം കുറയും. അതായത് ഒരു കാര്യത്തിൽ ഇപ്പം പഠിക്കുക, ഇപ്പം നേരത്തെ നീ പറഞ്ഞ പോലെ പഠിക്കുക അല്ലെങ്കിൽ എഴുതുക, വായിക്കുക എന്ന് പറയുന്നതൊക്കെ കുറേ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ, അതായത് സമയമെടുത്ത് അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫിൽ സ്ലോ ആയിട്ട് വരുന്ന പ്രോസസ്സുകളെ ചെയ്യാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അറ്റൻഷൻ അത്ര നേരം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് അവരുടെ, ഇപ്പം കണ്ണിൽ നോക്കി സംസാരിക്കുക, അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഇതെല്ലാം ഒരാളുടെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചാലാണ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഓൾ ദ ടൈം ഈ ഫോൺ യൂസേജ് ഉള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരെ സംബന്ധിച്ച് അവരൊരു എക്സ്ട്രാ എഫേർട്ടാണ് എടുക്കണേ ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ. സോ ഓട്ടോമാറ്റിക്കലി പിള്ളേർ എന്ത് ചെയ്യും, വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വേഗം പോയി പാരൻസിൻ്റെ ഫോൺ തപ്പി പിടിച്ച് അവർ റൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഇരുന്ന് അവരത് യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അത്രയും ടൈം അവർക്ക് കിട്ടുകയാണ് ഫോൺ യൂസ് ചെയ്യാനായിട്ട്, പാരൻസ് ഇടപെടാത്ത അത്രയും ടൈം അവർക്ക് കിട്ടുകയാണ്. സോ ആ ഒരു സോഷ്യൽ സ്കിൽസ് അവർക്ക് ഉണ്ടാകാം, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഇപ്പം ഫോൺ തിരിച്ച് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് വാശി പിടിക്കുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക. ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ തന്നാലാണ് ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് ഡിമാൻഡ് ചെയ്യുന്നു. ഈ ഫോൺ കാണിച്ച് ഭക്ഷണം കൊടുക്കണ ഏറ്റവും വലിയ ഡീമെറിറ്റ്, അവരൊരു റോബോട്ട് പോലെ ഇങ്ങനെ ഇരുന്ന് കഴിക്കും. എന്റെ വിശപ്പ് മാറിയോ, എനിക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ കഴിച്ചതൊന്നും അറിയുന്നില്ല. ഈ ഫോൺ ഇങ്ങനെ കാണിക്കുന്നു, അച്ചാച്ചനോ മാമിയോ അല്ലെങ്കിൽ പാരന്റ്സ് ഇങ്ങനെ വാരി കൊടുക്കണം. അപ്പൊ കുട്ടി ഇങ്ങനെ, അത് ഒബ്വിയസ് ആവാനോ ഒരു കുട്ടിക്ക് ഒബിസിറ്റി ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. കുട്ടി ഇങ്ങനെ ഇരുന്ന് നോക്കുക, പാരന്റ്സ് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ റോബോട്ട് പോലെ തന്നെയുള്ളൊരു രീതിയിലാണ് കുട്ടി അവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചത്. അവർക്ക് വേണ്ട പോഷകങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടോന്നൊന്നും അവർ അറിയുന്നില്ല. അവർ ഫോൺ കാണുന്നു, ആരെങ്കിലും ഫീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കുട്ടി തന്നെ ഫോൺ ഇവിടെ വെച്ചിട്ട് അവരത് ഫീഡ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ആ സമയത്ത് നമ്മൾ പെട്ടെന്നത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് വയലന്റ് ബിഹേവിയേഴ്സ് കാണിക്കാം, ആങ്കർ ഇഷ്യൂസ് കാണിക്കാം, പല രീതിയിൽ അവരതിന് ബിഹേവ് ചെയ്യാൻ സാധ്യതയാണ്. സോ ഗ്രാജുവൽ പ്രോസസ്സിലൂടെ ഇത് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഫോൺ യൂസേജ് അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടിയുടെ ഫോൺ അഡിക്ഷൻ മാറ്റാൻ പറ്റാത്തൊരു കാര്യമല്ല, ബട്ട് ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. നമ്മുടെ ആൽക്കഹോൾ അഡിക്ഷൻ, അത് സ്മോക്കിംഗ് അഡിക്ഷൻ നമ്മൾ ചെയ്യണ പോലെ തന്നെ ഇതൊരു അഡിക്ഷൻ ആണ്. ഇതിന് നമ്മൾ വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാൻ തന്നെ വേണം.
അപ്പോൾ അത് ഇച്ചിരി ടൈം പ്രോസസ്സാണ്. കാരണം ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന കുട്ടിയുടെ അടുത്ത് നിന്ന് ഫോൺ നാളെ തൊട്ട് നിനക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായുള്ള വിഡ്രോൾ സിംറ്റംസ് കാണിക്കും. ദേഷ്യപ്പെടും, വയലൻ്റോ, ചിലപ്പോൾ അടിച്ചൊന്ന് വരും, ചിലപ്പോൾ സെൽഫായിട്ട് ഇഞ്ചുറീസ്. അതെ അതെ, മുടി പിടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തന്നെ കാണുന്നുണ്ട്, ബൈക്ക് കിട്ടാത്ത കുട്ടി ഇങ്ങനെ ചെയ്തു അല്ലേ. അപ്പോൾ അവരുടെയൊക്കെയും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ഇതുപോലെ വേണ്ട സമയത്ത് എല്ലാം എത്തിച്ചു കൊടുത്ത കാരണം അവർക്ക് ഒരിക്കലും അവരെ നീഡ്സ് കിട്ടാണ്ടാവുമ്പോൾ അവർ ഇതുപോലുള്ള വയലൻ്റ് അഗ്രസീവ് നേച്ചേഴ്സൊക്കെയും കാണിക്കും.